Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. ഹലോ, നമ്മുടെ ഫിസിക്സ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ IV ഗ്രാഫുമായി ബന്ധപ്പെട്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. കാണുമ്പോൾ ട്രിക്കി ആയിട്ട് തോന്നുമെങ്കിലും സംഭവം വളരെ സിമ്പിൾ ആണ്. ചോദ്യം ഇതാണ്: തന്നിരിക്കുന്ന IV ഗ്രാഫ് അനലൈസ് ചെയ്ത് R1, R2, R3 എന്നീ റെസിസ്റ്റൻസുകൾ തമ്മിലുള്ള കറക്റ്റ് റിലേഷൻ കണ്ടുപിടിക്കുക. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പറയുന്നത് മൂന്നും ഈക്വൽ ആണെന്നാണ്. ഓപ്ഷൻ ബി പറയുന്നത് R1 ആണ് ഏറ്റവും വലുത് എന്നാണ്. ഓപ്ഷൻ സിയിൽ R3 ആണ് ഏറ്റവും വലുത്. ഓപ്ഷൻ ഡിയിൽ R2 ആണ് വലുത്. ഇതിൽ ഏതായിരിക്കും ശരിയായ ആൻസർ? നമുക്ക് കണ്ടുപിടിക്കാം. കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാൻ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്ക്രീനിലെ ഗ്രാഫ് നന്നായി ഒന്ന് നോക്കൂ. Y ആക്സിസിൽ കറന്റും X ആക്സിസിൽ വോൾട്ടേജുമാണ് ഉള്ളത്. ഇത് നോട്ടീസ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഓംസ് ലോ അനുസരിച്ച് V = I × R. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ I/V = 1/R എന്ന് കിട്ടും. ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് Y ആക്സിസ് വാല്യൂ ഡിവൈഡഡ് ബൈ X ആക്സിസ് വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ അത് I/V ആണ്. സോ നമ്മുടെ ഈ IV ഗ്രാഫിന്റെ സ്ലോപ്പ് എന്നത് 1/R എന്നതിന് ഈക്വൽ ആയിരിക്കും. ഇതിനർത്ഥം സ്ലോപ്പും റെസിസ്റ്റൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ്. അതായത് സ്ലോപ്പ് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും, സ്ലോപ്പ് കുറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. സ്റ്റെപ്പ് 1. നമുക്ക് ഈ മൂന്ന് ലൈൻസിന്റെയും സ്ലോപ്പുകൾ ഒന്ന് കമ്പയർ ചെയ്തു നോക്കാം. ഗ്രാഫിലെ ചെരിവ് നോക്കിയാൽ ഏറ്റവും സ്റ്റീപ്പ് ആയിട്ടുള്ളത് R1 ആണ്. അതുകൊണ്ട് R1ന്റെ സ്ലോപ്പ് ഗ്രേറ്റർ ദാൻ R2ന്റെ സ്ലോപ്പ് ഗ്രേറ്റർ ദാൻ R3യുടെ സ്ലോപ്പ്. R3 ആണ് ഏറ്റവും താഴെയുള്ള ലൈൻ. സ്റ്റെപ്പ് 2. ഇനി ഇവയുടെ റെസിസ്റ്റൻസ് ഓർഡർ കണ്ടുപിടിക്കാം. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് നമ്മൾ ഈ ഓർഡർ കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യുന്നു. അപ്പോൾ R1 ലെസ് ദാൻ R2 ലെസ് ദാൻ R3. നമ്മുടെ ഓപ്ഷൻസുമായി മാച്ച് ചെയ്യാൻ ഹയസ്റ്റിൽ നിന്നും ലോവസ്റ്റിലേക്ക് നമുക്ക് ഇതിനെ മാറ്റിയെഴുതാം. ഏറ്റവും വലുത് R3 ആണ്. സോ R3 ഗ്രേറ്റർ ദാൻ R2 ഗ്രേറ്റർ ദാൻ R1. നമ്മുടെ ഓപ്ഷൻസ് നോക്കിയാൽ ഇത് ഓപ്ഷൻ സിയുമായി കൃത്യമായി മാച്ച് ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നമുക്കത് സെലക്ട് ചെയ്യാം. സൂപ്പർ. ഗ്രാഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ Y ആക്സിസിൽ കറന്റ് ആണോ വോൾട്ടേജ് ആണോ എന്ന് എപ്പോഴും നോക്കണം കേട്ടോ. കീപ്പ് ലേണിംഗ്.